അയ്യോ പാവം രേണുചി. രേണുചേച്ചിക്ക് തൊട്ടാ മതി ചേച്ചി വീണ് ചത്തുപോവാ. നാളെ എനിക്ക് രേണുചി സുധിയുടെ കൂടെ പോകും. തൊട്ടാ ചത്തുന്നാളാ. പ്രയോഗം പ്രയോഗിക്കല്ലേ? ഒന്ന് പോയടാ അക്ബരെ. ഈ പറഞ്ഞ അവസ്ഥയില് അനീഷ് അകത്ത് പോയപ്പോ താൻ ചിരിച്ചില്ലേ അവിടെ? ഞാൻ ചിരിച്ചൊന്നും നീ പറഞ്ഞ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. നീ എന്ത് ചെയ്യൂന്ന് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ ഇനി അടുത്ത എലിമിനേഷൻ എന്നല്ല, ഇവൻ ആ എവിടെ പരിസരത്ത് കണ്ടാലും അവിടെ നിന്ന് ഓടിച്ചോളണം. ഞാൻ പല വീഡിയോസിൽ ഇവനെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും ബേസ്റ്റ് കണ്ടസ്റ്റൻ്റാ ഇതുവരെ വന്നതിലുള്ളത്. ചുമ്മാ കിടന്ന് മരിച്ചു പോയാളെ കുറിച്ച് തമാശ പറയാ. ഇവൻ എന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവൻ്റെ വരികയെന്നുണ്ടെങ്കിൽ ഇവനൊരു ചില്ല് ലൈഫ് പോലെയാണ്. കാര്യം ശരിയാണ്, അവിടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കേണ്ട രീതി നിൽക്കണം, ആഘോഷിക്കേണ്ട സമയത്ത് ആഘോഷിക്കണം. തമാശയാവാം, പക്ഷെ അതൊരു മറ്റുള്ളവരെ കുറിച്ച് വേദനിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ തമാശ ഉണ്ടല്ലോ, അത് അത്ര നല്ലതല്ല. അത് തമാശ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളെ കളിയാക്കുവാണെങ്കിൽ തമാശ പറയുകയാണെങ്കിൽ അയാൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ രീതിയാണ്. ഇത് സുധിച്ചേട്ടനെ കുറിച്ച് മരിച്ചു പോയാൽ നാളെ സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകും. ഇവൻ്റെ വീട്ടിലുള്ള അച്ഛനോ അമ്മയോ അവൻ മരിച്ചു പോയാൽ ഇവൻ നാളെ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നാളെ ഇപ്പം ആരെങ്കിലും പറഞ്ഞാൽ ഇവന് ഇഷ്ടപ്പെടുമോ? ഇവൻ്റെ സ്വഭാവം വെച്ച് ഒരിക്കലും ഇഷ്ടമില്ല. ഇവനാണെങ്കിൽ ഒന്നാം എടുത്തിയാട്ടക്കാരനാ. ആർക്കായാലും അങ്ങനെ ഇഷ്ടപ്പെടില്ല. ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള തമാശയൊന്നും പറയില്ല. ഇവന് പിന്നെ വേറെ ഒരു ലാലേട്ടനെ എടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. വേറൊരു ഇതുവരെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻ്റിൽ ആരെങ്കിലും ലാലേട്ടനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ ആരെങ്കിലും ഇടണ്ടോ? അത് തന്നെ പറയും, ഇവനൊരു വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് വലിയ ഭാവം അഹങ്കാരമാണ്. പിന്നെ റന കിടന്നപ്പോൾ കടയിൽ കിടന്നപ്പോൾ അതിൻ്റെ മേത്തേക്ക് ഇങ്ങനെ കയറിയിരിക്കാൻ നിൽക്കുക. അവന് തൊട്ട് വിളിച്ചിട്ട് അങ്ങനെ എണീപ്പിച്ച് വിടേണ്ട കാര്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തൊട്ട് വിളിച്ച് മോളെ എണീപ്പിച്ച് എൻ്റെ ബെഡാണ് ഇറങ്ങി പോകണം. ഇപ്പം മേത്ത് കയറി കിടന്നു. ആ പെൺകൊച്ചി ചിലപ്പോൾ പേടിച്ചും പോയി. ഇവൻ്റെ വിചാരം എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രത്യേക മൈൻഡുള്ള ഒരു ഭ്രാന്തൻ വേണമെങ്കിൽ പറയാം. ഒരു വിചാരമില്ല, സ്വയം മുങ്ങി ആകാൻ രീതി എന്നുള്ളത്. ചിലപ്പോൾ അവൻ്റെ പ്രായത്തിന് 21 വയസ്സുണ്ടെന്ന് പറഞ്ഞു, അവൻ്റെ പ്രായത്തിൻ്റെ തിളപ്പുള്ളതുകൊണ്ട് നല്ല ആംഗിൾ അവിടെയുള്ള ഷോ ആയിപ്പോയി. ഷോയിൽ അടിക്കാൻ പറ്റില്ല. വേറെ വല്ല പുറത്ത് വെച്ചൊക്കെ ഇങ്ങനെയൊക്കെ സംസാരം അവൻ പിന്നെ ഉണ്ടാവില്ല. അതുപോലെ ഇവനെ ആ നാട്ടിൽ നിന്ന്, ആ ഷോയിൽ നിന്നല്ല നാട്ടിൽ നിന്ന് ഓടിച്ചു പോകണം.